കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെ മിഡ് നൈറ്റിലാണ് സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ചടപടയെന്നായിരുന്നു. എന്താന്ന്? നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയൻ സാർ അങ്ങനെ പറയരുത്. വിവരങ്ങൾക്ക് ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ? മോള ഭാര്യ ആയിരിക്കല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവുണ്ട്. 10-7 പൊരുത്തമുണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങനെ പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. ഇപ്പൊ നമ്മള് ബന്ധുക്കളായിട്ടോ കാട്ടിരുന്നേ. ഭർത്താവും കുട്ടികളൊക്കെ അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി. അതിന്റെ വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് തോന്നി അത്ര തന്നെ. ഇപ്പോഴും താമസിച്ചിട്ടില്ല. ഇനി അവൾ ഇവിടെ സാമ്പാർ സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ. ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കാട്ടോ. രാമ, ചെറുക്കന്റെ അനിയനാ രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറിരുന്നോ, ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ? എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലയിനടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണം കൂടി കളിക്കാം. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? 3 മാസം. എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നിങ്ങടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണം കൂടി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള പന്നി.